ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ നേരെ സിംഗപ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാലടി പാലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതിനായിട്ട് നിങ്ങളോട് വെരി സോറി പറയുക. എന്നാന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ഇനി നമുക്ക് കാലടി പാലത്തിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് 7 കിലോമീറ്ററാണുള്ളത്. അപ്പം നമ്മളിപ്പം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നമ്മുടെ എയർപോർട്ട്. ശരിക്കും ക്ലിയർ ആയിട്ട് കാണത്തില്ലായിരിക്കും. എന്നാന്ന് വെച്ചാൽ ഇപ്പോഴും മഴ പൊടിയുന്നുണ്ട്, ജില്ലയിലൊക്കെ മഴവെള്ളമുണ്ട്, അതുകൊണ്ട് ശരിക്കും കാണത്തില്ല. അപ്പം സോറി. അപ്പം നമുക്കിനി പെട്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രോളിയിൽ പെട്ടി ഇറക്കി വെച്ച് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, പെട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഫ്ലൈറ്റിന് 5 മണിക്കൂർ ഡിലേ ആണ്. അപ്പം നമ്മൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണം. നമ്മൾ സിംഗപ്പൂർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, അതിനെ ഒന്നും കിട്ടില്ല. അപ്പം നമ്മളാണെങ്കിൽ എന്നാ പറയുന്നത്, 5 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് നമ്മളോട് പറഞ്ഞു വേണേൽ വീട്ടിൽ പൊക്കോളൂ, വീട് അടുത്താണെങ്കിൽ. പക്ഷെ നമ്മുടെ വീട് അടുത്തല്ല, കുറേ ദൂരമുണ്ട്. ഇല്ലേ അവർ അക്കോമഡേഷൻ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് ചെയ്തു തരുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ പൈലറ്റ് ആണെങ്കിൽ പറ്റില്ലെന്ന് പറയുക, ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് അക്കോമഡേഷൻ തരും, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഫോൺ ഒരു പെട്ടിക്കകത്ത് വീഴണം. നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ പാട്ടിലെ ഒരു വീഡിയോ മിസ്സായിപ്പോയി നമുക്ക്. അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ലോഞ്ചിൻ്റെ ആ സൈഡിലേക്ക് വന്നു. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ലോഞ്ച്. ഇവിടെ എർത്ത് ലോഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, എയർപോർട്ടിൻ്റെ തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ പ്ലാറ്റിനം കാർഡോ ഇതിലേതോ ഒരു കാർഡ് വേണം. ഏത് കാർഡാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പം ഈ ഒരു കാർഡും കൊണ്ട് നമുക്ക് ഭക്ഷണം അൺലിമിറ്റഡ് കഴിക്കാം. 25 രൂപയേ പോവുള്ളൂ. അത് കഴിയുമ്പം 25 രൂപ തിരിച്ച് കയറിക്കോളും, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഫ്രീ ആണ് അപ്പോൾ മൊത്തത്തോടെ പറഞ്ഞാൽ. അപ്പം ഈ ഒരു കാർഡ് വെച്ച് ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് 2 കാർഡുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് ഞങ്ങളുടെ 2 പേരാണെങ്കിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിരുന്ന് കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു റെസ്റ്റിന് പോവുക. ഇനി 3-4 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പം ഇനി നമ്മൾ ബസ്സിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ബസ്സിൽ കയറിയിട്ടുണ്ട്. നല്ല ജനമാണ്. ഇപ്പം മഴ തൂളുന്നുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. സിംഗപ്പൂർ എയർലൈൻസ് ആണ് നമ്മുടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാനൊരു സിനിമ കണ്ടിരിക്കട്ടെ. ചുമ്മാ ബോറടിച്ചിരിക്കണ്ടല്ലോ, സിനിമ കണ്ട് അങ്ങ് ബോറടി തീർക്കാം. സിനിമ കഴിഞ്ഞപ്പോൾ വിൻഡോ തുറന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു വ്യൂ ഉണ്ട്. നമ്മളിന്ന് 2018 കണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു, പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. എല്ലാം വെട്ടി വീഴിച്ചങ്ങ് തിന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ട്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു സ്കൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കയറി പോകണം. നമ്മുടെ സ്കൈ ട്രെയിൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വരും, നമുക്ക് നോക്കിയേക്കാം. ഇത് നമുക്ക് ഡ്രൈവറൊന്നുമില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇതാണ് നമ്മുടെ സ്കൈ ട്രെയിന്, നിങ്ങൾ കാണാമല്ലോ. അപ്പോൾ നമുക്കിനി അകത്ത് കയറാം. ഇതാണ് നമ്മുടെ സ്കൈ ട്രെയിനിൻ്റെ അകം. കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ബ്യൂട്ടി കാണാം. എന്നാ ലുക്കാന്ന് നോക്കണേ. സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ പുറവും സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ അകവും എല്ലാം കാണാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് സ്കൈ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇപ്പം ഇതാണ് നമ്മുടെ പുറം, ടെർമിനൽ 3. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ സ്കൈ ട്രെയിനിൽ നിന്ന് ഇറങ്ങണം. ഇതാണിപ്പോൾ ടെർമിനൽ 3. ഇപ്പോൾ നമ്മൾ തപ്പി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ പാർക്കാണ്. നമുക്ക് ബട്ടർഫ്ലൈ പാർക്ക് ഇനി എവിടെയാണെന്ന് നോക്കാം. ഈ ബട്ടർഫ്ലൈ പാർക്ക് നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ പാർക്ക് തപ്പി പോവാം. പിന്നെ നമ്മൾ കുറേ നടന്ന് അവസാനം ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണുക. നടന്നപ്പോൾ തപ്പി വന്നപ്പോൾ കണ്ടതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക്. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അകത്ത് ഒന്ന് കയറി നോക്കാം. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് ഇറങ്ങാം. ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈറ്റൊക്കെ വരുന്നതും കാണാം, പോകുന്നതും കാണാം കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു റിവർ പോലെ കിടക്കുന്നത്. നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കോഴിക്കാർപ്പ് കുറേ കിടപ്പുണ്ട്. കുറേയൊക്കെ ഇത് കണ്ടില്ലേ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മീനുകളെ പറ്റിക്കാം. ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ കാണിക്കുമ്പം എല്ലാവരും ഓടി വരുന്നുണ്ട്.
അപ്പം ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തുള്ള ഒരു സ്റ്റോറ്. ഫോണും എല്ലാം വിൽക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോവാം. അപ്പം നമുക്കിനി ഇവിടുന്ന് നേരെ നടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ വേറെ ഒരു ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ആ വീഡിയോ ഒത്തിരി താമസിക്കാതെ വരും. അപ്പോൾ എത്രയും നേരം വരെ എല്ലാവർക്കും ബൈ ബൈ.